ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ല കഷ്ണം ഇറച്ചിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതാ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളം കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുക്കറിലിട്ട് വിസിൽ വേവിച്ചെടുക്കണം. നല്ല പോലെ വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. അത് കഴിഞ്ഞ ശേഷം വേറൊരു പാനിൽ ഇതാ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ബീഫ് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാ ബീഫും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ബീഫ് പൊരിച്ച് ബാക്കിയുള്ള എണ്ണയിലാട്ടോ ബാക്കിയുള്ള പരിപാടി. അതിലേക്ക് ഞാനിതാ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ കുറച്ച് വെളുത്തുള്ളി വലുതാണെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടി ഇട്ട് ചേർക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങളുടെ പാകത്തിന് ചേർക്കുക. അതേപോലെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതേപോലെ സാധാ മുളക് പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതാകും. അത് കഴിഞ്ഞ രസിത നല്ല പോലെ ഇതൊന്ന് വഴറ്റി. മസാലപ്പൊടി ഇടുമ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ട് വേണം മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ല പോലെ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ബീഫും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുകയാണ്. ഉപ്പ് ചേർക്കാൻ മറക്കരുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അടിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് കുറച്ച് സുർക്കയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ലൂസായിട്ടാണ് ഉള്ളത്. അത് തണുത്ത് കഴിഞ്ഞാൽ അത് സെറ്റാവും. അങ്ങനെ ഇതാ ഈസി ആയിട്ട് അതേപോലെ സിമ്പിളായിട്ട് വീട്ടിലിതാ ബീഫ് അച്ചാർ റെഡിയാക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. എല്ലാവരും ബീഫ് ഉണ്ടെങ്കിൽ ഒന്ന് ബീഫ് അച്ചാർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതാ തണുത്തതിൻ്റെ ശേഷം ഉള്ളതാണ് കേട്ടോ ഈ ഒരു അച്ചാർ. ഇപ്പോൾ നല്ല ആ ഒരു ലൂസൊക്കെ പോയിട്ട് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ തണുത്തതിന് ശേഷം ഞാനിതാ ഒരു പൊട്ടണ കുപ്പിയിൽ ഞാനിതാ ഫില്ല് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാറിന്. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.